ഇന്ന് വായിക്കാൻ പോകുന്നത് 23ാമത്തെ ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ 22 ക്വസ്റ്റ്യൻ വരെ നമ്മൾ 4 ഷോർട്സിലായിട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള മാത്രം പറഞ്ഞു പോകാം, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഈ CR ദാസും മോത്തിലാൽ നെഹ്റുവാണ് എന്തിന് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? DK കാർവേ. ഓപ്ഷൻ സി ആണ് ആൻസർ, DK കാർവേ. DK കാർവേയുടെ നേതൃത്വത്തിലാണ് 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ. ആരാണ്? അബനേന്ദ്രനാഥ് ടാഗോറാണ്. അബനേന്ദ്രനാഥ് ടാഗോറാണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത്. അപ്പോൾ ഇതിൽ മറ്റ് ഫേമസ് ആയിട്ടുള്ള വരുന്നത് രാജാ രവിവർമ്മയുടെയാണ്. ഏതൊക്കെ? ശകുന്തളയുടെ പ്രേമലേഖനം, ഹംസ ദമയന്തി, പിന്നെ പാൽക്കാരി. ഇതൊക്കെ ആരുടെയാണ്? രാജാ രവിവർമ്മയുടേതാണ്. ഓപ്ഷൻ സിയിൽ പറയുന്ന നന്ദലാൽ ബോസ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നന്ദലാൽ ബോസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പെയിൻറ്റിംഗ് ആണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്നത്. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്, പിന്നെ ഭാരതമാത അബനേന്ദ്രനാഥ് ടാഗോർ. അടുത്ത ഓപ്ഷൻ ഡിയിൽ പറയുന്നത് അമൃത ഷെർഗിൽ. ഫേമസ് ആയിട്ടുള്ള ചിത്രകാരിയാണ് അമൃത ഷെർഗിൽ. അമൃത ഷെർഗിലിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഇത്, ദി സ്റ്റോറി ടെല്ലർ. ഏറ്റവും കൂടുതൽ രൂപയ്ക്ക് വിറ്റഴിച്ച ചിത്രമാണ് ഇത്, ദി സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത്. അമൃത ഷെർഗിലിൻ്റെ മറ്റ് ചിത്രങ്ങളാണ് 3 ഗേൾസ്, സ്ലീപ്പിംഗ് വുമൺ. ഇതൊക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം 1878. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? 1951, 1952 കാലഘട്ടത്തിലാണ് കേട്ടോ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? 1951, 1952 കാലഘട്ടത്തിൽ. താങ്ക് യു.